ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവ സൃഷ്ടികർത്താവായ ദൈവമാണ്. യഹോവ മഹാദൈവമാണ്. യഹോവ ജീവനുള്ള ദൈവമാണ്. കരുണയും കൃപയും നിറഞ്ഞ ദൈവം, ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവം, വിശ്വസ്തനായ ദൈവം. യഹോവയായ ദൈവം തന്നെ അന്വേഷിക്കുന്നവരെ ഒരു നാൾ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ലോകം വലിയ ക്ഷാമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകത്തെങ്ങും യുദ്ധഭീതി നിലനിൽക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനം സത്യമാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവം തന്നെ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തനെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. യഹോവയായ ദൈവം ക്ഷാമകാലത്ത് തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് മുഴുവൻ ദൈവം ദാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചാൽ മതി. അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവം നന്മയുടെ ഉറവിടമാണ്. ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ദൈവം ശക്തിയുടെ ഉറവിടമാണ്. ദൈവം ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. ദൈവം വെളിച്ചത്തിൻ്റെ ഉറവിടമാണ്. നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് മുഴുവനും നൽകി തരുവാൻ ദൈവശക്തനാണ്. ദൈവത്തെ ആശ്രയിച്ചാൽ മതി. ദൈവത്തെ അന്വേഷിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം കൈവിടില്ല കേട്ടോ. ആശ്രയിക്കുന്നവരെ, അന്വേഷിക്കുന്നവരെ ഒന്നും ദൈവം ഉപേക്ഷിക്കില്ല. ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും യാത്രയുണ്ട്. നിങ്ങൾക്കിനിയും ജീവിതമുണ്ട്. ദൈവം സഹായിക്കും. ദൈവം കരുതും. ദൈവം കരത്തിൽ പിടിക്കും. തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തി ക്ഷാമകാലത്ത് ദൈവം സൂക്ഷിച്ച വിധങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവം ഏലിയാവിന് ആഹാരം കൊടുക്കുവാൻ നിയോഗിച്ചത് കാക്കയെയാണ്. പ്രിയപ്പെട്ടവരെ, കാക്ക ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ആഹാരം കൊടുക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ഭക്തന് ആഹാരം കൊടുക്കുവാൻ ദൈവം കാക്കയോട് കൽപ്പിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ക്ഷാമകാലത്ത് നിങ്ങൾ നടത്തുന്നൊരു ദൈവമുണ്ട്. ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്നൊരു ദൈവമുണ്ട്. ദൈവഭക്തനായ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ കൈവിടില്ല. ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കും. നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ ദൈവം നീക്കും. അനുകൂലമായ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ കരുതലുകളെ ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുക, വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.